പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂരാണ്. ഇന്ന് ഈ കോളേജിൻ്റെ ആർട്സ് ക്ലബിൻ്റെ ഇനാഗ്രേഷനാണ്. അപ്പോൾ നമ്മുടെ പുതുപ്പള്ളി മാങ്ങാനം സ്വദേശിയായ സുജീഷ് ദക്ഷിണകാശി നിർമ്മിച്ച ഒരുമ്പട്ടവൻ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് ഈ കോളേജിലെ ആർട്സ് ക്ലബ് ഇനാഗ്രേഷൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോളേജിൽ നടക്കുന്ന ഇതിൻ്റെ ചടങ്ങുകളും വിശേഷങ്ങളും എല്ലാം ഒന്ന് കാണാം. അങ്ങനത്തെ പാട്ടാണല്ലേ?
നേതാവ് മിസ് കാർത്തിക സജീവൻ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന നമ്മുടെ വരും ദിവസങ്ങളിൽ നമ്മുടെ ജനഹൃദയങ്ങളെ കീഴടക്കുന്ന ടീം ഒരുമ്പെട്ടവൻ, അതോടൊപ്പം യൂണിയൻ അഡ്വൈസറും വൈസ് പ്രിൻസിപ്പലുമായ ഡോക്ടർ തോമസ് കെ സി, ഡോക്ടർ ജിഷ ജോർജ്, യൂണിയൻ മെമ്പേഴ്സായ ജനറൽ സെക്രട്ടറി അഭിഷിക ടി, ആർട്സ് ക്ലബ് സെക്രട്ടറി ഹരികൃഷ്ണൻ KS, മറ്റ് യൂണിയൻ ഭാരവാഹികളെ, വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, നമ്മുടെ സ്വാഗത പ്രസംഗകർ പറഞ്ഞതുപോലെ ഇന്നേ ദിവസം എന്ന് പറയുന്നത് 2024-25 കോളേജ് ലൈഫ്, സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു ദിവസം തന്നെയാണ്. യൂണിയൻ ആൻഡ് ആർട്സ് ക്ലബ് അങ്ങനെ ഒരു ഡേ എന്ന് പറയുന്നത്, അതിന്റെ ഇനോഗ്രേഷൻ എന്ന് പറയുന്നത് തീർച്ചയായും വിദ്യാർത്ഥികളുടെ പഠനം പോലെ തന്നെ പ്രധാനപ്പെട്ട എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതും കൂടെ ഉൾപ്പെടുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം സമഗ്രമാകും, പൂർണ്ണമാകും. ആ രീതിയിൽ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളുടെ സമഗ്രമായ ഒരു ഡെവലപ്മെന്റിന് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ഔപചാരികമായ ഉദ്ഘാടനത്തിന്റെ ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങിയിട്ട് നാളുകളായി. ഈ യൂണിയൻ ഭാരവാഹികൾ ഇവര് ചാർജ് ഏറ്റെടുത്തതിന് ശേഷം പല ആക്ടിവിറ്റീസ് നടന്നു കഴിഞ്ഞു. വളരെ മനോഹരമായിട്ട് അവരത് നടത്തുകയും ചെയ്തു കഴിഞ്ഞു. നമ്മുടെ കേരള പിറവി ദിനവും ക്രിസ്മസ് ആഘോഷങ്ങളും ഒക്കെ തീർച്ചയായിട്ടും വളരെ മനോഹരവും അല്ലെങ്കിൽ ഒരു ടീം സ്പിരിറ്റോടുകൂടി നടത്തപ്പെട്ട ചില ഈവന്റുകൾ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെ ഇതുപോലെ ഒരു ഉദ്ഘാടനം വളരെ ഭംഗിയായിട്ട് ഇതുപോലെ നടത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാവിയുടെ അടിത്തറ പാകുന്ന ഈ ഒരു വിദ്യാഭ്യാസം എന്നതിൻ്റെ കൂടെ തന്നെ ആർട്സും സ്പോർട്സും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുകയുള്ളൂ. നമ്മളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നു. അപ്പോൾ ഈ ഒരു കോളേജ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പരിപാടികൾ നടത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ടും നമ്മുടെ ആർട്സിൻ്റെയും സ്പോർട്സിൻ്റെയും ഒക്കെ ഡെവലപ്മെൻറ്റ്, അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അത് ലഭിക്കുകയാണ് എന്നത് തന്നെയാണ് വാസ്തവം. മറ്റു പല കാര്യങ്ങൾ തന്നെ ഉദ്ദേശിച്ചത് ഇതുവഴി നമുക്ക് ലഭിക്കുന്ന ആ ഒരു ടീം സ്പിരിറ്റ്, അതോടൊപ്പം തന്നെ ഡിസിപ്ലിൻ, ടൈം മാനേജ്മെന്റ്, ഇതെല്ലാം വളരെ നന്നായിട്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ അത് ഇതെല്ലാം വിജയം കൈവരിക്കുകയാണ് ഈ പരിപാടികളെല്ലാം. അപ്പോൾ ഇതിന് ഇന്നത്തെ ദിവസം ഇതുപോലെയൊരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് യൂണിയൻ കാർത്തിക സജീവന്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഭാരവാഹികളെ, ഒപ്പം അതിന്റെ പിന്നിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന യൂണിയൻ അഡ്വൈസേഴ്സ് തോമസ് സാറ്, ജിഷാമിസും, അത് വളരെ ഭംഗിയായിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഇത് ഇന്നിങ്ങനെ ഒരു പരിപാടി നന്നായിട്ട് നടക്കാൻ നമ്മൾ സാക്ഷികളാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ശേഷം, ഈ ഇനാഗ്രേഷന് ശേഷം നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഇവിടെ നടക്കും. അതോടൊപ്പം തന്നെ ഒരു ഡാൻസിങ് പ്രോഗ്രാം, അതായത് നല്ലൊരു പ്രോഗ്രാം നമുക്ക് ഔട്ട്ഡോറിൽ നമുക്ക് കാണാനാണ് ഇന്നത്തെ ദിവസം. ഈ ഒരു ആർട്സും സ്പോർട്സും ഒക്കെ അതിന് മികവ് തെളിയിക്കുന്നവര് അവരുടെ ആ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ മികവ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഒരു വെൽക്കം ഡാൻസ് നമ്മുടെ ശിവപ്രിയ നടത്തി, വളരെ മനോഹരമായിട്ട് ആ ഒരു വെൽക്കം ഡാൻസ് ശിവപ്രിയ ഞാൻ നടത്തിയിട്ടില്ല. തീർച്ചയായിട്ടും അതിന് പിന്നിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ മണിക്കൂറുകൾ, ഇതിന് കുറേ ഹാർഡ് വർക്ക് അനുഭവിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കണം, മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും മാറി നിന്നാൽ മുന്നോട്ടെത്താൻ സാധിക്കത്തില്ല, ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടോടുകൂടി അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ മണിക്കൂറുകൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരും. പഠനത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർട്സും സ്പോർട്സും ഒക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം, പഠിക്കണം. പഠിച്ച് നിങ്ങൾ വലിയ ആൾക്കാരാണ്, അതും വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ഒരു സെമസ്റ്റർ നമ്മൾ കഴിഞ്ഞു,
ഇന്നത്തെ ഈ യൂണിയൻ ആൻഡ് ആർട്സ് ക്ലബ് ഇനാഗുറേഷനോടൊപ്പം തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ കാർത്തിക സജീവനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സി ജോസഫ് മാം, ഇന്ന് നാം ഏവരും നോക്കി നിൽക്കുന്ന ഒരുപെട്ട മൂവി ടീം അംഗങ്ങൾ, വൈസ് പ്രിൻസിപ്പലും യൂണിയൻ അഡ്വൈസറുമായ തോമസ് കെ സി സാർ, യൂണിയൻ അഡ്വൈസർ നിഷാദ് മിസ്, യൂണിയൻ ജനറൽ സെക്രട്ടറി അക്ഷിത കെ ടി, ആർട്സ് ഗ്രൂപ്പ് സെക്രട്ടറി ഹരികൃഷ്ണൻ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 2024-25 അധ്യയന വർഷത്തെ കലാലയ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഒരു കലാലയം എന്നാൽ അതിൽ നിന്നും വിദ്യാർത്ഥികളായിരിക്കും പ്രചോദനമാകുക. സെന്റ് സ്റ്റീഫൻസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം കലാകായിക മേഖലകളിൽ എന്നും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവരാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ പാഠ്യാന്തര വിഷയങ്ങളിൽ വേദികൾ ഒരുക്കി തരുവാൻ എന്നും ഈ യൂണിയൻ ഒപ്പം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഇവിടെ ഉറപ്പ് നൽകുകയാണ്. ഇന്ന് ഡിസംബർ 31, 2024 കലണ്ടറിലെ അവസാന ദിനമാണ്. 2024 അവസാനിക്കുന്ന ഈ അവസരത്തിൽ കോളേജ് യൂണിയന്റെ ഈ ഒരു ദിനം കൂടി എല്ലാ വിദ്യാർത്ഥികളും മനസ്സിൽ വയ്ക്കുന്നതായിരിക്കും. 2024 അവസാനിക്കുന്ന വേളയിൽ തന്നെ പുതുവർഷത്തെ പുതിയ പ്രതീക്ഷകളോട് തന്നെ നമുക്കും വരവേൽക്കാം. അതോടൊപ്പം എല്ലാ വിദ്യാർത്ഥികളും കോളേജ് യൂണിയന്റെ കൂടെ എല്ലാ പ്രവർത്തനങ്ങളിലും നാം ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും അഡ്വാൻസ് ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ടും എല്ലാവരും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു കാർത്തിക. ഇന്ദ്രൻസ് നായകനായിട്ടുള്ള ഒരുപെട്ടവൻ ചിത്രത്തിൽ നിസാർ മാമക്കോയ, വിനോദ് ബോസ്, കാശ്മീര സജീഷ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ദക്ഷിണകാശി പ്രൊഡക്ഷന്റെ ബാനറിൽ സുജീഷ് ദക്ഷിണകാശി നിർമ്മിക്കുന്ന ഈ ചിത്രം ജാനുവരി 3 തിയേറ്ററുകളിലെത്തും. ടീം ഒരുപെട്ടവൻ ഇന്നത്തെ ഈ പരിപാടി തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എൻ്റെ ഒത്തിരി നാളത്തെ സ്വപ്നമാണ് ഒരു സിനിമ മേഖലയിലേക്ക് തിരിയുക എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും മേളിൽ തന്നെ എത്താൻ എനിക്ക് സാധിച്ചു. മേളിൽ എന്ന് വെച്ചാൽ ഒരു സിനിമയെ സംബന്ധിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ അതിനകത്ത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, അത് കഥ എഴുതാൻ പറ്റും. എന്നാൽ ഇതിനകത്ത് എനിക്ക് വലിയ ഒത്തിരി ആളത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കൂടി ഒരു 2 വർഷത്തെ താഴെ എക്സ്പീരിയൻസ് എനിക്ക് സിനിമ ഫീൽഡിലുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ ഉപദേശം ഇഷ്ടമല്ലെന്നറിയാം, എന്നാലും കുറച്ച് നേരം പറഞ്ഞോട്ടെ.
നിങ്ങളെപ്പോലെ പഠിച്ചു. ഈ പഠനം കഴിഞ്ഞ് ഇപ്പം നിങ്ങളുടെ അവസ്ഥയിൽ അടുത്ത ഒരു 2 അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വർഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആൾക്കാരാണ്. ഇനി എന്ത് അല്ലേ? നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും. ഇന്നയാളാണ്, അല്ലെ ഇന്നത് ചെയ്യണം, ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, അതൊക്കെ പല ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ ഈ ആഗ്രഹങ്ങളൊന്നും ആയിരിക്കില്ല നടക്കുന്ന നാളാണ്. എന്താണ് നമ്മുടെ കയ്യിൽ പോലുമില്ല. നമ്മുടെ സിറ്റുവേഷൻസാണ് നമ്മൾ ഓരോ കാര്യങ്ങളിൽ എത്തിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങളെല്ലാവരും പ്രണയിക്കണം. ദൈവം പ്രണയിക്കണം, സ്നേഹിക്കണം. പ്രണയിക്കുന്നുണ്ടോ? എന്ത് കൈകൊണ്ടോ? സ്നേഹിക്കുന്നവരുടെ കൈകൊണ്ടോ? ആരും സ്നേഹിക്കുന്നില്ല. പ്രണയമുള്ളവരുടെ കൈകൊണ്ടോ? സ്നേഹമുള്ളവർ, സ്നേഹിക്കുന്നവർ. എത്ര ഒരാളുകളും പ്രണയമില്ലാതെ പ്രണയിക്കുന്ന ആരുമില്ല. ധൈര്യത്തോടെ കൈവെക്കാൻ പറ്റും ആർക്കെങ്കിലും? പ്രണയിക്കുന്നവർക്ക് കൈവെക്കോ? ഇവിടെ മറന്നു കുറേ പേര് കൈവെക്കുന്നുണ്ട്. 2-3 പേരെ പ്രണയിക്കുന്നുള്ളൂ. മോശം. എനിക്കറിയാം നിങ്ങളെല്ലാവരും പ്രണയിക്കുന്നവർക്കുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പ്രണയം ഒരാണും പെണ്ണും തമ്മിലുള്ള പ്രണയമല്ല. ഒരാണും പെണ്ണും തമ്മിലുള്ള പ്രണയമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പ്രണയിക്കണം. ആരെയാണെന്നറിയോ? ആരെയായിരിക്കും? നിങ്ങൾ സ്നേഹിക്കണം. ആരെയായിരിക്കും? ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ സ്നേഹിക്കേണ്ടത്, പ്രണയിക്കേണ്ടതെല്ലാം നമ്മളെ തന്നെയാണ്. സെൽഫായിട്ട് പ്രണയിക്കുക. നിങ്ങൾ ആരും പ്രണയിക്കണം? ആദ്യം നമ്മളെ പ്രണയിക്കണം. അതായത് ഒരു പ്രണയത്തിൽ 10% സിൻസിയർ ഉണ്ടാകാം, 20% ഉണ്ടാകാം, 30% ഉണ്ടാകാം, 80% ഉണ്ടാകാം, 100% ഉണ്ടാകാം. 100% ആർക്കും പ്രണയിക്കാൻ പറ്റില്ല. നമ്മളോട് മിനിമം ഒരു 80% നമ്മൾ നമ്മളെ പ്രണയിക്കുകയാണെങ്കിൽ, ഒരു 80% നമ്മൾ നമ്മളെ പ്രണയിക്കുകയാണെങ്കിൽ ബാക്കി ആരെയും നിങ്ങൾ 70% പ്രണയിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കേണ്ടത് നമ്മളെയാണ്. അങ്ങനെ പ്രണയിക്കുമ്പോൾ നമ്മൾ ശാരീരികമായി നമ്മൾ എന്ത് ചെയ്യണം? ശാരീരികമായി നമ്മൾ കുറേ കാര്യങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി, ഇതൊക്കെ ഒഴിവാക്കണമെന്നല്ല, വളരെ മനോഹരമായി ഉപയോഗിക്കാൻ നിങ്ങളുടെ ഇഷ്ടം. എന്നിരുന്നാലും അത് ചെയ്യുമ്പോൾ നമ്മളുടെ ഡിഗ്രി, ഞാൻ ഈ പറയുന്ന ഡിഗ്രി കുറയുകയാണ്. 10% സ്നേഹിക്കുന്നവരാണ് കൂടുതലും നമ്മളെ ഇല്ലായ്മ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതായത് ഒരു മനുഷ്യന് 100% ആ മനുഷ്യനെ പ്രണയിക്കാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് 100% പ്രണയിക്കാൻ പറ്റില്ല. പക്ഷെ എത്ര ശതമാനം നിങ്ങൾ തീരുമാനിക്കണം? ഒരു 50% നമ്മൾ പ്രണയിച്ചിരിക്കണം. അങ്ങനെ പ്രണയിച്ചാൽ നമ്മൾ നമ്മളെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ അതിൽ കൂടുതൽ ചെയ്യുന്നത് നിങ്ങളുടെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയിൽ പെട്ടൊരു കാര്യമാണ് ഇന്ന് നമ്മുടെ ശിവപ്രിയ ഇവിടെ നടത്തിയ ഡാൻസ്. കാരണം നമ്മളൊരു പ്രോഗ്രാമിൽ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആർട്സ് ആക്ടിവിറ്റി എന്തൊക്കെ ഉണ്ടോ അതും കൂടി നിങ്ങൾ ചേർത്ത് വെക്കുക. അതിലും കൂടി എന്ത് ചെയ്യുക? ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ആ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആ കുട്ടി ഒരു ഡാൻസ് അവതരിപ്പിച്ചു. അതൊരു പ്ലസ് പോയിന്റാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ കഴിവുണ്ടാകാം. എന്നിരുന്നാലും ഒരു ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ പഠിക്കാൻ വന്ന ഒരു കുട്ടി, ഒരു കോളേജിലെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ആ കുട്ടിക്ക് ഒരു 10 പോയിന്റ് കൂടുതലുണ്ട്. അത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ സ്റ്റേജിലൊന്നും ഉണ്ടാക്കിയതായിരുന്നില്ല. ഈ പഠനത്തിൽ നിങ്ങളോടൊപ്പം ചിലവാക്കിയ സമയത്തിൻ്റെ ആ സമയങ്ങളിൽ തന്നെ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത, ആ സമയം കണ്ടെത്തി ഉണ്ടാക്കിയെടുത്തൊരു കാര്യം. അത് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ ഒരു സാധനം. അദ്ദേഹം ആ കുട്ടി ഈ ശിവപ്രിയെ സ്നേഹിക്കുന്നതുകൊണ്ടുണ്ടാക്കി. അങ്ങനെ നമ്മളെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് അറിയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് മൊബൈലിലെ ഗെയിം
നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ പഠനം എന്നുമ്പോൾ തന്നെ നിങ്ങൾ സൈഡ് എന്തെങ്കിലും ഉണ്ടാവണം. അതിനിതൊരു ആർട്സ് ആയിട്ടാണ് അത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒഴിഞ്ഞു മാറിക്കുന്നു. എന്തൊക്കെ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ആടിയാൻ പറ്റും, എന്തൊക്കെ അറിവ് കിട്ടാൻ പറ്റും, എന്തൊക്കെ നോളജ് കിട്ടാൻ പറ്റും, അത് 1 മണിക്കൂർ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളോട് എന്ത് ചെയ്യുക, കൂട്ടിവെക്കും. നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ ബുദ്ധിയെ കൂട്ടിക്കൂട്ടി അത് ഭാവിയിൽ എന്നേക്കെ പോലൊരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്കത് ഒത്തിരി പ്രയോജനം ചെയ്യും. അത് ഈ ആർട്സ്, കല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ അതുകൊണ്ട് വിജയിക്കണമെന്നില്ല. ചിലപ്പോൾ സ്റ്റേജ് ഫിഗർ ആവുന്നതുകൊണ്ട് അവതരിപ്പിക്കാൻ പോലും കഴിയണമെന്നില്ല. പക്ഷെ നാളെ നിങ്ങൾക്കൊരു സാഹചര്യം വരുമ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ കുറച്ച് വേണമെങ്കിൽ സെൽഫായിട്ട് വേണമെങ്കിൽ നിങ്ങളെ പ്രണയിച്ചാൽ മതി. പ്രണയിക്കണം, സ്വന്തമായിട്ട് ആദ്യം പ്രണയിക്കണം. നമ്മൾ ആദ്യം നമ്മളെ പ്രണയിക്കണം. നമ്മൾ ഏത് രീതിയിലുള്ള ആളായിക്കോട്ടെ, ആദ്യം നമ്മളെ പ്രണയിക്കുക. അതിൻ്റെ ബാക്കി മാത്രം മറ്റുള്ളവർ പ്രണയിക്കുക, ഈ ഭൂമിയെ പ്രണയിക്കുക, എല്ലാത്തിനും സ്നേഹിക്കുക. വളരെ സിമ്പിളായിട്ട് ജീവിക്കുക. നല്ലൊരു അന്തരീക്ഷം. പിന്നെ എടുത്തു പറയാനുള്ളത്, ഞാൻ എൻ്റെ മോളുണ്ട് കാശ്മീര. പല ലൊക്കേഷനുകളിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ സിനിമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അറിയാം, അല്ല പൊതുവായ കാലഘട്ടത്തെ പറ്റി അറിയാം. പല ലൊക്കേഷനിൽ പോയി ചാൻസ് ചോദിച്ച് നടന്നിട്ടുണ്ട് എൻ്റെ മോൾക്ക് വേണ്ടി. പലയിടത്തും എൻ്റെ പൈസ പോയിട്ടുണ്ട്. അങ്ങനെ പല ലൊക്കേഷനുകളിൽ പോയി പല സാഹചര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ തീരുമാനിച്ചത് ഞാൻ സ്വന്തമായിട്ട് സിനിമ നിർമ്മിക്കാൻ വേണ്ടി. അങ്ങനെ സ്വന്തമായിട്ട് കഥ എഴുതി, ഞാൻ തന്നെ കഥ എഴുതി, ഞാൻ തന്നെ സിനിമ നിർമ്മിച്ചു. അതിൽ എൻ്റെ മോൾക്ക് ഒരു ചെറിയ വേഷം കൊടുത്തു. അത് ടാലൻ്റ് കൊണ്ട് തന്നെ കൊടുത്താണ്. എനിക്ക് ഇൻസ്പിറേഷൻ ആ മോളായിരുന്നു, ആ കുട്ടിയായിരുന്നു, ആ കുട്ടിയുടെ ടാലൻ്റ്. ആ ടാലൻറ്റിന് വേണ്ടി ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. വേറെ ആർക്കും വേണ്ടിയല്ല, എൻ്റെ മോൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ പണം നിർമ്മിച്ചത്. പക്ഷെ അതൊരു സാഹചര്യവശാൽ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായതായിരിക്കാം. ഇപ്പോൾ അത് ആ നിർമ്മാണം, ആ തോന്നൽ കഴിഞ്ഞ് കഥ എഴുതി ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് മോൾക്ക് വേണ്ടിയുള്ളതല്ല, ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സാധനം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കഥയിൽ നമുക്കെല്ലാവർക്കും, ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. അതിൻ്റെ തീം അതാണ്, അതിൻ്റെ സ്റ്റോറി അതാണ്. എന്നിരുന്നാൽ ഒരു അവാർഡല്ല, പക്ക കൊമേഴ്ഷ്യൽ പടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഒരു സിനിമയിൽ എന്തെല്ലാം വേണം അതെല്ലാം വളരെ മനോഹരമായ ഒരു പടമാണ് ഇത്. എല്ലാവരും പ്രേക്ഷകർക്കാരെ കാണുകയും ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ സാധനത്തെ, ആ പടത്തിനൊരു മൂല്യവും വിജയവും ഉണ്ടാകുന്നത്. നിങ്ങളത് ഏറ്റെടുക്കണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരു കലാകാരൻ്റെ റിക്വസ്റ്റാണ്. ഒരു കൂട്ടായ്മ ഏകദേശം 10-20 പേരോളം 1.5 വർഷം ഇതിൻ്റെ പുറകിൽ പ്രയത്നിച്ചിട്ടാണ് ഇന്നലെയാണ് ഞങ്ങൾ സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അടുത്ത ജനുവരി 3-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ്. സിനിമയിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി വിലയിരുത്തേണ്ടത് നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരാണ്. എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ സിനിമയൊന്ന് കാണണം. പറ്റുമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ അനുഭവത്തിലുള്ള മറ്റുള്ള സുഹൃത്തുക്കളും എല്ലാവരും തന്നെ പറയണം. കണ്ടിട്ട് നല്ലതാണെങ്കിൽ 10 പേരോട് പറയണം നല്ല പടമാണ് കാണണം. എനിക്ക് ഉറപ്പുണ്ടെന്ന് തീർച്ചയായും ഇഷ്ടപ്പെടട്ടെ. പടം വിജയിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരെയും ഞങ്ങളിവിടെ എത്തിയത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന് വേണ്ടിയാണ്. ഞങ്ങളുടെ ഈ ചെറിയ സിനിമ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഹൃദയത്തിലേക്ക് ഒരു വൻ വിജയമാക്കി മാറണമെന്നൊരു അപേക്ഷയുണ്ട്. അത് ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം നിങ്ങളുടെ പൂർവ്വ ഇവിടെ തന്നെ പഠിച്ചു വന്ന വിനോദ് ബോസ് വളരെ മനോഹരമായ ഒരു വേഷമില്ലാതെ ഹാൻഡ് ചെയ്യുന്നു. അപ്പോൾ ആർട്സ് ക്ലബിൻ്റെയൊക്കെ ഒരു പ്രോഗ്രാം കൂടി ഇൻഡസ്ട്രിയാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനും ഒരു പ്രചോദനമാണ്. അപ്പോൾ എല്ലാവരും സിനിമ കാണണം. ഇതിൻ്റെ കണ്ടിട്ട് നല്ലതാണെങ്കിൽ 10 പേരോട് പറയുകയും ചെയ്യില്ലേ. അപ്പോൾ ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഞങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച യൂണിയൻ ഭാരവാഹികൾക്കും ഇവിടുത്തെ മറ്റുള്ള അധ്യാപകന്മാർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചു.
വലിയ ഒരു എന്താ പറയുക സാക്രിഫൈസ് അല്ലെങ്കിൽ വലിയൊരു എഫേർട്ട് എടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന യൂണിയൻ ഭാരവാഹികൾ കുറേ നാളുകളായി യൂണിയൻ്റെ ആർട്സ് ക്ലബിൻ്റെ ഒരു ഉദ്ഘാടനം നടത്താനായിട്ട് തീയതികൾ ഇങ്ങനെ ഓരോ ദിവസവും ഫിക്സ് ചെയ്യുന്നു, മാറിപ്പോകുന്നു, മാറ്റി വെച്ചു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. എങ്കിലും ഈ ഉദ്ഘാടന പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിൽ അവരുടെ വലിയ പ്രയത്നം പുറകിലുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് കാർത്തിക, അഞ്ജലി, അതുപോലെ ഹരികൃഷ്ണൻ, അതുപോലെ അഭിഷിക തുടങ്ങിയ ഭാരവാഹികൾ നിങ്ങൾക്കായിട്ട് നല്ല ഒരു കലാവിരുന്നാണ് ഇന്നിവിടെ ഒരുക്കിയിരിക്കുക. അത് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങളെ ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നു. അപ്പോൾ യൂണിയൻ്റെ ഭാരവാഹികളോട് പ്രത്യേകമായിട്ടുള്ള നന്ദി നിങ്ങൾക്ക് കടപ്പാടുണ്ടായിരിക്കുന്നതോട് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് ഇവിടെ അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം, ഒരുപ്പെട്ടവരിലുള്ള ഒരു സിനിമ ഇവരുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റാണ്. പ്രത്യേകിച്ച് സുധീഷ് സാറിൻ്റെ സൂചിപ്പിച്ചതുപോലെ ഒരു ബിസിനസ്സുകാരനായ സുധീഷ് സാർ ഇവരിലുണ്ടായിരുന്ന ആ ഒരു കലാഹൃദയം ഇന്ന് 2025 ജനുവരി 3 പുറം ലോകത്തേക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അത് ഏറ്റുവാങ്ങണം. ഈ അനുഭവിക്കുന്നതായ കലാകാരന്മാരെ, കലാകാരന്മാരെ നിങ്ങൾ തീർച്ചയായിട്ടും ആ സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വളർന്നു വരുന്ന ആ ഒരു കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് ഈ കലാലയത്തിനും കേരള സമൂഹത്തിനുള്ളത്. പ്രത്യേകിച്ച് ഈ കലാലയത്തിന്, കാരണം നമ്മുടെ കലാലയത്തിൽ നിന്നും സിനിമാ ലോകത്തേക്ക് പറന്നു പോയിട്ടുള്ള, വളർന്നിട്ടുള്ള ഒരുപാട് മഹത്വ്യക്തികളുണ്ട് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇതിനു മുമ്പും നമ്മൾ അത്തരത്തിലുള്ള കലാകാരന്മാരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാം ഇത്തരത്തിൽ അറേഞ്ച് ചെയ്യുന്നതിൽ വിനോദിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിനോദിൻ്റെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാം ഇത്തരത്തിൽ മനോഹരമായിട്ട് അവതരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ ഈ എത്തിച്ചേർന്ന ഈ 4 പേരും അവരോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന മറ്റൊരു വിശിഷ്ടാതിഥിയുണ്ട്. അവരെയും കോളേജിൻ്റെ പേരിലുള്ള നന്ദി അവർക്ക് ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ ഒരിക്കൽ കൂടി ഒരുപ്പെട്ടവൻ സിനിമ നമ്മളെല്ലാവരും കണ്ടുകൊണ്ട് ഇവരുടെ സിനിമയെ കാണുക മാത്രമല്ല, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരമാവധി പബ്ലിസിറ്റി കൊടുക്കുകയൂടി ചെയ്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് യൂണിയൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ ഈ സിനിമയുടെ പ്രവർത്തകർക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് എല്ലാ പ്രവർത്തനങ്ങളും വഴിയായി നടക്കട്ടെ, വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു.
ഒരു തേങ്ങുടയിൽ വീണു പോയി ഒരു വടി മാത്രം കൈച്ചു അവർക്ക് ക്രൂരമായ സമയത്ത് അദ്ദേഹത്തിന്റെ മകനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വലിയ സെൽഫി ചെയ്യാൻ വലിയ പ്രാവും. ഞാൻ അദ്ദേഹത്തിന്റെ 7 ദിവസത്തെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കാൻ പറ്റിയത് എനിക്ക് വലിയ സന്തോഷം. നമ്മുടെ സിനിമയിൽ വലിയൊരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് എന്തും അദ്ദേഹത്തോട് ചോദിക്കാൻ. ഈ ലോകത്തിന് കീഴിൽ, ഈ ഭൂമിയിലെ ആകാശത്തിന് കീഴിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ മറുപടി കിട്ടും. ധൈര്യമുള്ളത് ചോദിക്കാം. പൃഥ്വിരാജല്ല ആവശ്യമുള്ളത് മാത്രം ചോദിച്ചാൽ മതി. പിന്നെ വേറെ ആ പ്രേമകഥ പറഞ്ഞ് ഞാൻ സത്യത്തിൽ കരുത്തിരുന്ന് ജയിച്ച് കേട്ടതാണ്. പക്ഷെ ആ കഥ പറയുമ്പോൾ ക്ലൈമാക്സിലേക്ക് പോകുന്നു വിചാരിച്ചപ്പോൾ പാടി മാറ്റിക്കഴിഞ്ഞു. സത്യത്തിൽ ഉദ്ദേശിച്ച ആളുകളെ ഒരു കഴിയുന്ന അവസ്ഥ ഞങ്ങളെ തോന്നിച്ചു കരിയ കഴിയുന്നുണ്ട്. ഞാൻ പഠിച്ച കാലത്ത് ഉള്ളവർ സത്യശേഷിക്കുന്ന പിള്ളേരെ ആയിരുന്നില്ല കേട്ടോ. ദയനീയ അവസ്ഥയാണ് പോലെയാണ്. ഞാൻ 2016 ഇവിടെ നാമം വന്ന പടത്തില് സതീഷ് ബാബു അതിന്റെ പ്രമോഷനാണ് ഞാൻ പറഞ്ഞത്. ഞാനതൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടവർക്ക് അറിയാം. കോശിങ്ങോട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിന്റെ 2ാമത്തെ സിനിമയാണ്. കലിയാണ് രണ്ടാമത്തെ പടമാണ് ഞാൻ ചെയ്തത്. ചെറിയ ചെറിയ റോളുകളാണ്. ഓപ്പറേഷൻ ജാവ നല്ല റോൾ ചെയ്തപ്പോഴത്തേക്ക് ക്യാരക്ടർ ചെയ്തു. അന്ന് ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നടന്നത് ഓളൊക്കെ 16 ശേഷം ഞാൻ ഏതൊരു ചെറിയ പ്രോഗ്രാമേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം സ്റ്റേജിലൊക്കെ എത്തും. പക്ഷെ കുട്ടികൾ കുറവാണെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരാണോ ധൈര്യമായ അവസ്ഥ. ഞാൻ വേദനിക്കുന്ന ഹൃദയം നോവുന്നു, വിങ്ങുന്നു. ആ വിങ്ങിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യത്യാസം എന്തെങ്കിലും എനിക്ക് കേൾക്കും. ജിമ്മിച്ചനോട് ജിമ്മിച്ചാ പോയോ? പിള്ളേരെ എങ്ങനെയാണ് വെച്ചോ? ചോദിക്കുക, എന്തെങ്കിലും ചോദിക്കുക. ആക്റ്റീവാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ചൂടൻ ഇപ്പൊ നിങ്ങൾ നരയായിട്ട് ഏറ്റവും ചൂടൻ സുന്ദരം കൊടുക്കണം. എനിക്ക് പേടിയാണ്. എന്റെ കാമുകി പോലും ഇതിന്റെ അടുത്ത് വർത്താനം പറയട്ടെ. അത്രയും സുന്ദരനാണ്. ഇവിടെ പോയിട്ടില്ല. ഓക്കെ, അപ്പോ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കും സിനിമയെ കുറിച്ചോ? ചോദിക്കാം. പിന്നെ ട്രൈ ചെയ്തില്ല. പക്ഷെ ഇതുവരെ യൂണിഫോം ഓടുന്ന വർക്കല്ല. 8ാമത്തെ വോയിസാണ് ഈ സിനിമയുടെ പ്രത്യേകത. പലപ്പോഴും നമ്മുടെ ചോര തിളയ്ക്കുന്ന അല്ലെങ്കിൽ 2 കൊടുക്കണം അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിക്കെതിരെ എന്തെങ്കിലും നമ്മൾ ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കാറുണ്ട് അല്ലേ? പലപ്പോഴും അവന്റെ കൈ കിട്ടി അവനെ ഇടിച്ച് പരത്താൻ നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഈ സമൂഹത്തിൽ നടക്കാറുണ്ട്. നമുക്ക് പലപ്പോഴും പ്രതികരിക്കാൻ തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഭാവിയോട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ നമ്മൾ പലപ്പോഴും ഒരു സംഭവം കഴിയും. അങ്ങനെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റ്. ഇതിൽ അഭിനയിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ടും അഭിമാനമായിട്ട് കാണാറുണ്ട്. ഒരുപ്പെട്ടവൻ ഒരു സാധാരണക്കാരൻ, ഒരുപ്പെട്ടവൻ ഒന്നാണ് ഒരുപ്പെട്ടവന്നാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെയല്ല, ഒരുമിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിട്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഒരുമിട്ട് ഇറങ്ങിയപ്പോ എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരുമിട്ട് ഇറങ്ങുന്ന ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും ആരാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുള്ള നിങ്ങളുടെ കാഴ്ചകളിലൂടെ കടന്നു പോയിട്ടുള്ള നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ്
തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. ശരിയായിട്ടുള്ള സിനിമയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഇറങ്ങി വരുമ്പോൾ പല സിനിമകളും കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് കാശ് പോയി എന്നൊക്കെ പറയാനുള്ള കാര്യങ്ങൾ നടക്കാറില്ല. പുഷ്പാഞ്ജലികളോട് ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത് പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഒരു ടോപ്പ് നിങ്ങൾ വായിക്കുന്നില്ല, പറയില്ല. എനിക്ക് പുസ്തകം അവിടെ ചുറ്റുപാടുള്ള തിയേറ്ററുകളായിരുന്നു. ഏറ്റുമാനൂർ, കോട്ടയം, എല്ലാ തിയേറ്ററുകളും നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ തിയേറ്ററുകളിലും നല്ല ഐഡിയയിൽ നമ്മുടെ സിനിമ റിലീസ് ഷോയുണ്ട്. ഇപ്പം എല്ലാവരും നമ്മൾ കാണാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരെയും അഭിനയിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്കും ഒരു പുതുവത്സരം, മനോഹരമായ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ഒരുപെട്ട ഒരു സാധാരണക്കാരൻ മൂവിയുടെ പേരിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആശംസകൾ നേരാൻ ഈ നിമിഷം ഉപയോഗിക്കുന്നു. ഇവിടെ വിളിച്ച എന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ വിളിച്ച തോമസ് പ്രിൻസിപ്പൽ മാഡം, ജയ്സർ, എല്ലാവരും ഈ നിമിഷം നന്ദി പറയാൻ, ബാക്കി ടീച്ചേഴ്സിനെല്ലാം അതിൻ്റെ പേരെ എല്ലാവരും നന്ദി പറയാൻ ഈ നിമിഷം ഉപയോഗിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇന്നത്തെ ഈ സാംസ്കാരിക ദിനത്തിന് ഒരു നന്ദി പ്രസംഗം നടത്താൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തിന് ഞാൻ നന്ദിയുള്ളതാണ്. ആദ്യം തന്നെ എല്ലാ പരിപാടിയിലും ധൈര്യവും പിന്തുണയും നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ചിപ്സി മിൻസിന് ഏറ്റവും പ്രതികൂലമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപെട്ടവർ സിനിമാ ടീമിന്റെ സാന്നിധ്യം ഇന്നത്തെ പരിപാടിക്ക് ഒരു പുതിയ മികവ് നൽകിയിരിക്കുന്നു. സുബീർ സാർ, നിസാർ സാർ, വിനോദ് സാർ, കാശ്മീർ എന്നിവരോട് നന്ദി വാക്കുകളാൽ പറഞ്ഞറിയിക്കാനാവാത്തതാണ്. നിങ്ങളിവിടെ എത്തിയത് ഈ വ്യക്തി വളരെ സമ്പന്നമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അതിന് പിന്നിൽ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. യൂണിയൻ അഡ്വൈസേഴ്സ്, യൂണിയൻ ചെയർപേഴ്സൺ, മറ്റ് യൂണിയൻ ഭാരവാഹികൾ ഇവരെല്ലാവരും എത്രയോ പരിപാടി വിജയകരമായി പ്രവർത്തിക്കാൻ അകലം നോക്കാതെ പ്രവർത്തിച്ചു. നിങ്ങളുടെ നേതൃത്വം എല്ലായ്പ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചോദനമാണ്. തോമസ് കെ സാറിനും വിശാമിസിനും അമീമിസിനും കാർത്തേക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ പങ്കാളിത്തത്തിന് ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ